2024 ഒക്ടോബർ 20-ന് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന നിലമ്പൂരിന്റെ മനസ്സറിഞ്ഞ് വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ജ്വല്ലറി ഔട്ട്ലെറ്റ് ആയ തന്മയ ജ്വല്ലറി വിജയകരമായി 1 വർഷം പൂർത്തിയാക്കും. ചോക്കാട് പുല്ലങ്കോട് എസ്റ്റേറ്റിൽ വീണ്ടും കാട്ടാന കൂട്ടമിറങ്ങി വൻതോതിൽ കൃഷി നശിപ്പിച്ചു. ശനിയാഴ്ച പുലർച്ചെ അത്യുൽപാദന ശേഷിയുള്ള 200ഓളം കമുകുകളും തൊഴിലാളികളുടെ ഉപകരണങ്ങളും നശിപ്പിച്ചു. തൊഴിലാളികളും കുടുംബങ്ങളും ജീവനക്കാരും നാട്ടുകാരും ഭീതിയിൽ. പുല്ലങ്കോട് മലവാരത്തിൽ 1 മാസക്കാലമായി കാട്ടാനക്കൂട്ടം തമ്പടിച്ചിട്ട് 7ഓളം വരുന്ന കാട്ടാനകളാണ് ഒരു സംഘത്തിലുള്ളത്. ഒന്നിലധികം കാട്ടാനക്കൂട്ടവും ഉണ്ടെന്നാണ് നിഗമനം. കഴിഞ്ഞ 2 ആഴ്ചയിൽ തുടർച്ചയായി സന്ധ്യയോടെ എസ്റ്റേറ്റിനുള്ളിൽ ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടം പുലർച്ചെയാണ് കാട് കയറുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും നിരവധി കമുകുകളും വാഴകൃഷിയും നശിപ്പിച്ചിരുന്നു. 500ഓളം കമുകുകളാണ് എസ്റ്റേറ്റിൽ ഇതിനോടകം കാട്ടാനക്കൂട്ടം നശിപ്പിച്ചിട്ടുള്ളത്. റബ്ബർ മരങ്ങളും കാട്ടാനകൾ നശിപ്പിച്ചിട്ടുണ്ട്. പൈപ്പ് ലൈനുകളും കുടിവെള്ള സ്രോതസ്സുകളും എല്ലാം കഴിഞ്ഞ ദിവസം തകരാറിലാക്കിയിരിക്കുന്നു. കുല വന്നു തുടങ്ങിയ മേൽത്തരം കമുകുകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. പുല്ലങ്കോട് ഉതിരമ്പോയിൽ സ്രാമ്പിക്കലങ്ങാടികൾക്ക് സമീപത്താണ് കാട്ടാനക്കൂട്ടം എത്തിയത്. പുല്ലങ്കോട് എസ്റ്റേറ്റിൽ ഉൾപ്പെടെ മലയോര പ്രദേശങ്ങളിൽ സ്വകാര്യ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് സുരക്ഷയൊരുക്കാൻ വനം വകുപ്പ് തയ്യാറാവണം. തൊഴിലാളികൾക്ക് സുരക്ഷയൊരുക്കാൻ പടക്കം പൊട്ടിക്കുന്നത് മാത്രമാണ് ഏക സുരക്ഷാ മാർഗം. സോളാർ വേലികളോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ ഇല്ല. തോക്കുധാരികളായ വാച്ചർമാരായിരുന്നു എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് സുരക്ഷ ഒരുക്കിയിരുന്നത്. എന്നാൽ തോക്കുകൾ പോലീസ് അധികൃതർ പിടിച്ചെടുത്തതോടെ തൊഴിലാളികൾക്ക് സുരക്ഷയൊരുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് തോട്ടമുടമകൾ. സർക്കാരിലേക്ക് പല പ്രാവശ്യം തോക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് സമീപിച്ചെങ്കിലും വനം വകുപ്പിന്റെ നിഷേധാത്മക നിലപാടുകൾ കാരണമാണ് തോക്കുകൾ തിരിച്ചു നൽകാൻ പോലീസ് തയ്യാറാകാത്തത്. വന്യമൃഗങ്ങളെ കാട്ടിൽ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടി സർക്കാരുകൾ സംവിധാനമൊരുക്കണമെന്നാണ് കർഷകർക്കും തൊഴിലാളികൾക്കും പറയാനുള്ളത്. ഇതിനിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പട്ടാണി തരിശിലെയും പരുത്തിപ്പറ്റയിലെയും ആദിവാസി കുടുംബങ്ങൾ എസ്റ്റേറ്റിന്റെ അതിർത്തിയിൽ രാത്രി താമസിച്ചിരുന്നു. വന്യമൃഗങ്ങൾക്കിടയിൽ മനുഷ്യജീവന് തന്നെ ഭീഷണിയായി മാറുമെന്നതിനാൽ ഇത്തരം സംഭവങ്ങൾ തടയാനും അധികൃതർ നടപടി സ്വീകരിക്കണം. റബ്ബർ തൈകളും അതുപോലെ തന്നെ കവുങ്ങ് കായ് ഫലമുള്ള കവുങ്ങുകളും അല്ലാത്ത കവുങ്ങുകളും ധാരാളം നശിപ്പിക്കും ഓരോ ദിവസവും. ഇപ്പൊ ഇന്ന് പുലർച്ചെ നോക്കുമ്പോഴത്തേക്ക് 200-ൽ പരം കവുങ്ങ് നശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ ഉണ്ടായിരുന്നു. ഇതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പരമ്പരാഗതമായിട്ട് ഇവിടെ വർഷങ്ങളായിട്ട് എസ്റ്റേറ്റിന്റെ ഉത്ഭവം മുതലുണ്ടായിരുന്ന 3 തോക്കുകൾ ഉണ്ടായിരുന്നു. ആ ലൈസൻസുള്ള തോക്കുകൾ. ആ ലൈസൻസുകൾ 2023-ൽ റിന്യൂ ചെയ്യാൻ വേണ്ടി കൊടുത്തതിനു ശേഷം പിന്നെ അത് പുതുക്കി കിട്ടിയിട്ടില്ല. അതിന് കാരണം പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ മാവോയിസ്റ്റ് ഭീഷണിയുണ്ട്, വേറെ ഭീഷണിയുണ്ട്, അപ്പൊ അതുകൊണ്ട് തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതുപോലെ റവന്യൂ ആൻഡ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അവര് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവരുടെ ഈ ഒരു പിടിച്ചു വെക്കൽ കൊണ്ട് മാത്രമാണ് ഇത് ഡിലേ ആയി പോകുന്നതും ഈ ലൈസൻസ് കിട്ടാതിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ വന്യമൃഗങ്ങളുടെ ശല്യം, അത് ആന മാത്രമല്ല, കടുവ, പുലി, കരടി മുതലായ എല്ലാ വന്യജീവികളും ഉണ്ട്. തൊഴിലാളികൾ തന്നെ ഇത് തൊഴിലിന് വരാൻ വളരെയധികം ഭയപ്പെടുകയാണ്. കാരണം അവര് വന്നാൽ തിരിച്ചെത്തും എന്നുള്ളൊരു ഭീതിയാണ് അവർക്കുള്ളത്. കാരണം ഇതിന്റെ തൊട്ടടുത്തതാണ് ഇപ്പൊ മാസങ്ങൾക്ക് മുമ്പ് ഒരു തൊഴിലാളിയെ ഒരു കടുവ ആക്രമിച്ച് കൊന്നത്. അതിന്റെ ഭീതി തന്നെ ഇനിയും പോയിട്ടില്ല. അതിനുശേഷം ഇപ്പൊ ഈയിടെയായിട്ട് നമ്മുടെ എസ്റ്റേറ്റിൽ തന്നെ ഒരു പശുവിനെ കടുവ ആക്രമിച്ചു. അതും കൂടുതൽ ആളുകളൊക്കെ വന്ന് ബഹളമൊക്കെ വെച്ചപ്പോഴത്തേക്ക് അതിനെട്ടിച്ച് പോയി. പട്ടാപ്പകലാണത് 11 മണിക്ക്. അതുപോലെ ഈ ആനകൾ നമ്മുടെ ഇപ്പൊ സോളാർ വേലി കുറച്ച് സ്ഥലത്തൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാലും ഇനിയും 1 കിലോമീറ്റർ പരം ദൂരം സോളാർ വേലി ഇടാനുണ്ട്. അതിന് ഞങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് പല അപേക്ഷകളൊക്കെ കൊടുത്ത് പല പ്രാവശ്യം സമീപിച്ചതാണെങ്കിലും അതിനും ഇതുവരെ ഒരു പരിഹാരം കണ്ടിട്ടില്ല. അപ്പൊ ഇതെല്ലാം കൊണ്ട് തൊഴിലാളികൾ ഭീതിയിലാണ്. തൊഴിലാളി വീട്ടുകാർ അവരുടെ കുടുംബം ഇവരെ പറഞ്ഞയക്കാൻ പിടിച്ചു വെക്കുകയാണ്. നിങ്ങൾ ആ കടുവാക്കാട്ടിലേക്ക് അല്ലെങ്കിൽ ആനക്കാട്ടിലേക്ക് നിങ്ങൾ പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പിടിച്ചത്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവരെന്താ വെച്ചാൽ അവരുടെ ജീവനോപാധിയാണ്. അതുകൊണ്ട് കുറെയൊക്കെ വരും. എന്നാലും ഞങ്ങൾക്ക് ഓരോ ദിവസവും 15, 20, 25 വരെ വേക്കൻസികൾ ഉണ്ടാവുകയാണ്. കാരണം ഇവര് പേടിച്ചിട്ട് വരാതിരിക്കുക. അത് ഫോറസ്റ്റിന്റെ ആ ഏരിയയിലൊക്കെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇവരാരും വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ ഈ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഉൽപാദന മേഖല ഉൽപാദനം നഷ്ടപ്പെടുകയാണ്. അപ്പൊ ഈ 2 നഷ്ടമുണ്ട്. അതൊക്കെ ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. പിന്നെ ഇപ്പോ തോക്കിന് ലൈസൻസ് കിട്ടുമെന്ന് വെച്ചാൽ നമ്മളിപ്പോ മൃഗങ്ങളെ വെടിവെക്കാനല്ല ഈ തോക്കിന്റെ അത് ആവശ്യപ്പെടുന്നത്, ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ളതൊക്കെ. ഇപ്പൊ ഒരു തോക്കുമായിട്ട് ഒരു വാച്ച്മാനെതിരെ നടക്കുകയാണെങ്കിൽ തന്നെ ടാപ്പിങ്ങുകാർക്ക് ഒരു ധൈര്യം ഉണ്ടാവും. അതുപോലെ പിന്നെ മൃഗങ്ങളിൽ തന്നെ പടക്കം പൊട്ടിച്ച് അഥവാ കയറി പോകാതെ നേരെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ മാത്രം ഒന്ന് വേദനിപ്പിച്ച് വിടുക എന്നുള്ള അത് മാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ അവരെ വെടിവെക്കാനല്ല. ഞങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന പടക്കം പൊട്ടിക്കലാണ്. ന്യൂസ് ബ്യൂറോ, ചോക്കാട്.